യാത്ര തുടരുന്നു. ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ നിന്ന് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലേക്കാണ് പോകുന്നത്. ട്രെയിൻ പുറപ്പെട്ടു. ആദ്യം കാണുന്നത് വിയന്ന റേഡിയോ ടവർ. പുതിയൊരു രീതിയിലുള്ള ട്രെയിൻ, നല്ല വൃത്തിയുള്ള ഉൾവശം. ട്രെയിനിന് വേഗത കൂടി. റേഡിയോ ടവർ അകന്നു പോകുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിൽ കൂറ്റൻ വിൻമില്ലുകൾ കാണുന്നു. അകലേക്ക് നോക്കിയാൽ നൂറുകണക്കിന് വിൻമില്ലുകളാണ് കാണുന്നത്. തമിഴ്നാട്ടിലും ധാരാളം വിൻമില്ലുകളുണ്ട്. ബ്രാറ്റിസ്ലാവ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് നടന്നു. ബോട്ട് ടാക്സി പിടിച്ച് ഹോട്ടലിലെത്തി. ടൂറിസ്റ്റുകൾ കൂടുതലെത്തുന്ന ഒരു തെരുവിലാണ് ഹോട്ടൽ. ചെക്ക് ഇൻ ചെയ്ത് ബാഗുകൾ റൂമിൽ വച്ച് പുറത്തിറങ്ങി. ഹോട്ടലിന് പിൻഭാഗത്തുള്ള ഓൾഡ് ടൗൺ ഹാൾ പരിസരത്തേക്കാണ് എത്തിയത്. ഫ്രാൻസിസ്കൻ സ്ക്വയർ എന്നാണ് ഈ ചത്തുരത്തിൻ്റെ പേര്. ഒരു വനിത കുടം പിടിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു ഫൗണ്ടൻ. അതിൽ നിന്നും ജലം ധാരയായി ഒഴുകുന്നു. ചത്തുരത്തിൻ്റെ ഒരു ഭാഗത്ത് ഓൾഡ് ടൗൺ ഹാളും ടവറും, മറ്റൊരു ഭാഗത്ത് മരിയൻ സ്തംഭം. സ്ക്വയറിലെ ജെസ്യൂട്ട് ദേവാലയത്തിന്റെ പ്രവേശന കവാടം. അകത്തേക്ക് കയറി നോക്കി. നല്ലൊരു ദേവാലയം. കുറച്ചു പേർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഫ്രാൻസിസ്കൻ ചത്തുരത്തിലേക്ക് ഇറങ്ങി. മരിയൻ സ്തംഭം ഒന്നുകൂടി കണ്ടു. ഇടനാഴിയിലൂടെ നടക്കുകയാണ്. മറ്റൊരു ചെറിയ സ്ക്വയറിലെത്തി. നേരെ മുന്നിൽ പ്രൈമേറ്റ്സ് കൊട്ടാരം കാണാം. ഒരു നിയോ ക്ലാസിക്കൽ കൊട്ടാരമാണിത്. ഇവിടുത്തെ ആർച്ച് ബിഷപ്പിന് വേണ്ടി 1781 പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ഓൾഡ് ടൗൺ ഹാളിൻ്റെ മുൻഭാഗം. ഇതുവഴിയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. പ്രൈമേറ്റ്സ് കൊട്ടാര വളപ്പിലേക്ക് പ്രവേശിച്ചു. ആദ്യം കാണുന്നത് സെന്റ് ജോർജ് പ്രതിമ. കുതിരപ്പുറത്തിരുന്ന് വ്യാളിയെ കുന്തം കൊണ്ട് കുത്തുന്നതാണ് പ്രമേയം. ഒരു വശത്ത് ഒരു വിശുദ്ധനും മാലാഖമാരും അണിനിരന്നു നിൽക്കുന്ന ഒരു ദൃശ്യം. കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി മുന്നിലേക്ക് നടന്നപ്പോൾ മുന്നിൽ റോളണ്ട് ഫൗണ്ടൻ. 1572 റോയൽ ഹംഗറിയുടെ മാക്മില്ലൻ രണ്ടാമൻ ചക്രവർത്തിയാണ് പൊതുജല വിതരണ സംവിധാനത്തിനായി ഈ ഫൗണ്ടൻ നിർമ്മിച്ചത്. ആ ചത്തുരത്തിൽ മണി എക്സ്ചേഞ്ചുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമുണ്ട്. ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുന്ന നെപ്പോളിയൻ്റെ പട്ടാളക്കാരനോടൊപ്പം ഇരുന്ന് ഒരു സെൽഫി എടുത്തു. അവിടെത്തിയ ബ്രിട്ടീഷ് ദമ്പതികളുടെ ഫോട്ടോ ഞാൻ എടുത്തു നൽകിയതിൻ്റെ നന്ദി സൂചകമായി അവർ എൻ്റെ ക്യാമറ വാങ്ങി ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തന്നു. അവിടെ നിന്നും റെസ്റ്റോറൻറ്റുകൾക്ക് നടുവിലൂടെ നടക്കുന്നു. എന്ത് മനോഹരമാണ് ഇതൊക്കെ! നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ചത്തുരങ്ങളും അതിനുള്ളിൽ റെസ്റ്റോറൻറ്റുകളും ഇതുപോലുള്ള സുവനീർ കടകളും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ വെറും 180 മീറ്റർ മാത്രം നീളമുള്ള മാനവീയം വീഥി ഉണ്ടാക്കിയിട്ട് അത്രയും ഭാഗത്തെ ക്രമസമാധാനം നിയന്ത്രിക്കാൻ പാടുപെടുന്ന നമ്മുടെ സിസ്റ്റത്തെ ഓർത്തുകൊണ്ട് നിരാശനായി തെരുവിലൂടെ ഞാൻ നടന്നു. വഴി അവസാനിക്കുന്ന ഭാഗത്തുള്ള പാലത്തിൻ്റെ വശത്ത് നിന്നാൽ അങ്ങ് ദൂരെ പാലത്തിന് മറുഭാഗത്ത് UFO ഒബ്സർവേഷൻ ടവർ കാണാം. അതിനു മുകളിൽ ബ്രാറ്റിസ്ലാവ നഗരം മുഴുവൻ കാണാനുള്ള ബാൽക്കണിയും ബാറും റെസ്റ്റോറൻറ്റും ഒക്കെയുണ്ട്. നിൽക്കുന്നതിൻ്റെ ഒരു വശത്ത് സെന്റ് മാർട്ടിൻസ് കത്തീഡ്രൽ. ക്യാമറയുമായി ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ ആരുമില്ല. അൾത്താരയുടെയും
വാസ്തുകല കൊണ്ട് സമൃദ്ധമായ ദേവാലയത്തിൻ്റെ മച്ചിൻ്റെയും ദൃശ്യങ്ങൾ പകർത്തി. വളരെ ലളിതമായി നിർമ്മിച്ച അൾത്താരയാണ്. പതിവ് പോലെ ചർച്ച് ഓർഗന്റെ പൈപ്പുകളിൽ കണ്ണ് ഉടക്കി. പുറത്തിറങ്ങി നടന്നപ്പോൾ ചെറിയൊരു തുറസായ സ്ഥലത്ത് ഈ സ്മാരകം കാണുന്നു. സ്ലോവാക്യയിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട 1,00,000-ലധികം ജൂതന്മാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് ഇത്. ഒരു പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പൊളിച്ചുമാറ്റിയ ജൂതന്മാരുടെ ഒരു സിനഗോഗ് നിലനിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ സ്മാരകം നിലകൊള്ളുന്നത്. പശ്ചാത്തലത്തിൽ സെന്റ് മാർട്ടിൻസ് കത്തീഡ്രൽ നിൽക്കുന്നു. തൊട്ട് എതിർവശത്ത് കാണുന്നത് 120 വർഷങ്ങൾക്ക് മുമ്പ് മരുന്ന് വ്യാപാരിയായിരുന്ന അഡോൾഫ് ആഡ്ലർ പണികഴിപ്പിച്ച ഫാർമസി സാൽവറ്റോർ കെട്ടിടം. കെട്ടിടത്തിന് മുന്നിൽ യേശുവിൻ്റെ ഒരു കൽപ്രതിമ കൊത്തിവച്ചിട്ടുണ്ട്. വന്ന വഴിയിലൂടെ ഹോട്ടലിലേക്ക് നടന്നു. ഇന്നിനി വിശ്രമിച്ചിട്ട് നാളെ രാവിലെ യാത്ര തുടരാം. പിറ്റേന്ന് രാവിലെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ത്രിത്വത്തിൻ്റെ പേരിലുള്ള അതിമനോഹരമായ ഒരു സ്തംഭം. ഡാന്യൂബ് നദിക്ക് കുറുകെ പോകുന്ന പുതിയ പാലത്തിന്റെ താഴെയാണ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിലെത്തി ബെഞ്ചിൽ ബസ് കാത്തിരിക്കുമ്പോൾ പിൻഭാഗത്തുള്ള ചുവരിൽ നല്ല ഭംഗിയുള്ള ചിത്രരചന കാണുന്നു. ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു. കുറച്ചകലെയുള്ള ഡെവിൻ കോട്ട കാണാനാണ് പോകുന്നത്. ഡെവിൻ എന്ന പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തിൽ ബസ്സിറങ്ങി ഗൂഗിൾ മാപ്പ് നോക്കി നടക്കുകയാണ്. കോട്ടയിലേക്കുള്ള പതിവ് വഴിയിൽ നിന്നും മാറി ജനവാസ കേന്ദ്രങ്ങൾക്ക് ഇടയിലൂടെ ഗൂഗിൾ ഞങ്ങളെ കൊണ്ടുപോകുന്നു. ഏതൊക്കെയോ ഊടുവഴികളിലൂടെ എന്തായാലും ഞങ്ങൾ കോട്ടയ്ക്ക് അടുത്തെത്തി. നവീന ശിലായുഗം മുതൽക്ക് തന്നെ, അതായത് ഏകദേശം 10,000-നും 12,000-നും ഇടയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭാഗത്ത് ജനസാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടെ കെൽട്ടുകളും പിന്നാലെ റോമാക്കാരും എത്തിച്ചേർന്നു. ബ്രാറ്റിസ്ലാവ പാസ് കയ്യിൽ ഉള്ളതിനാൽ പ്രവേശനം സൗജന്യമാണ്. മുന്നിലേക്ക് നടന്നപ്പോൾ ഒരു കിങ്ങിണിക്കുട്ടൻ മണി കിലുക്കി ഒരു വശത്തുകൂടി ഞങ്ങളെ ഗൗനിക്കാതെ നടന്നു പോകുന്നു. ഡെവിൻ കോട്ട എപ്പോഴാണ് നിർമ്മിച്ചതെന്ന കൃത്യമായ രേഖകൾ ഇല്ല. എന്നാലും CE 864 മുതൽക്കുള്ള രേഖകളിൽ സ്ലോവാക്യയിലെ ഏറ്റവും പഴക്കമുള്ള ഡെവിൻ കോട്ടയെ പരാമർശിക്കുന്നുണ്ട്. കോട്ടയിലേക്ക് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു സ്ലാവിക് വനിതയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ശാന്തസുന്ദരമായ മനോഹരമായ ഒരു ഗ്രാമമാണ് ഡെവിൻ. ഇപ്പോൾ കാണുന്ന നിർമ്മിതി വളരെ പഴയതെന്ന് പറയാൻ കഴിയില്ല. പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചുകൊണ്ട് പുതുക്കിപ്പണിതാണ് ഇപ്പോൾ കാണുന്ന ഈ കോട്ട. വിശാലമായ മുകൾ പരപ്പിലെത്തി. ഒരു ഭാഗത്ത് സുവനീർ വിൽക്കുന്ന ഷോപ്പും കഫേയും ചേർന്ന ഒരു ഭാഗം. കോട്ടയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗമാണ് ഇക്കാണുന്നത്. ഇവിടെ 55 മീറ്റർ താഴ്ചയുള്ള ഒരു കിണറുണ്ട്. സ്വസ്ഥമായി ശബ്ദമാലിന്യം ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരിടമാണ് ഈ ഗ്രാമമെന്ന് തോന്നി. ഗ്രാമമധ്യത്തിൽ ഒരു ദേവാലയവും അതിൻ്റെ ചുറ്റുപാടും ധാരാളം വീടുകളും. ഡാന്യൂബ് നദിയും മൊറാവ നദിയും ഇവിടെ ഒന്നിച്ചൊഴുകുന്നു. ഇത്രയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഈ കോട്ട നിർമ്മിച്ചത് പ്രതിരോധങ്ങൾക്കോ ആക്രമണങ്ങൾക്കോ വേണ്ടി ആയിരിക്കണം. നദിക്കക്കരെ കാണുന്നത് ഓസ്ട്രിയയാണ്. ഒരു നദിയുടെ ഇക്കരെ സ്ലോവാക്യയും അക്കരെ ഓസ്ട്രിയയും. കോട്ടയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ വെള്ള കമ്പിളി പുതച്ച് ചെമ്മരിയാടുകൾ പുൽത്തകിടിയിൽ മേഞ്ഞു നടക്കുന്നു. അതിസുന്ദരമായ കാഴ്ച. ആ കാഴ്ചയും കണ്ട്
കുറച്ചുനേരം അവിടെ നിന്നാൽ മാനസിക സംഘർഷങ്ങൾക്ക് അയവ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കോട്ട മതിലിന് പുറത്തെത്തി വഴിയിലൂടെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടക്കുന്നു. മുന്നിൽ ചെറിയൊരു പള്ളി കാണുന്നു. പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്ത് ഇത്തരം ചെറിയ പള്ളികൾ നയനാനന്ദകരമായ കാഴ്ചയാണ്. അവിടേക്ക് നടന്നു. പള്ളിക്ക് പുറകിലായി ഒരു സെമിത്തേരി. കല്ലറകൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നിശബ്ദമായ സ്വസ്ഥതയുള്ള അന്തരീക്ഷം. ഒരു പുസ്തകവുമായി ഈ ബെഞ്ചിലിരുന്നാൽ ഒറ്റയിരുപ്പിന് ആ പുസ്തകം വായിച്ചു തീർക്കാം. ബസിൽ കയറി നഗരമധ്യത്തിലേക്ക് തിരികെ പോകുന്നു. ചെറിയൊരു വനപ്രദേശം കഴിഞ്ഞ് ജനവാസ മേഖലകളിലൂടെ ബസ് പോകുന്നുണ്ട്. ബ്രാറ്റിസ്ലാവ കോട്ടയ്ക്ക് സമീപത്തു കൂടി ബസ് പോകുമ്പോൾ ഞങ്ങളോട് മത്സരിക്കാനെന്ന പോലെ ഒരു ക്ലാസിക് ട്രാം തൊട്ടടുത്തുകൂടി ഓടുന്നുണ്ട്. ബസ് ഓൾഡ് ടൗണിൻ്റെ കിഴക്ക് ഭാഗത്ത് എത്തി. സ്ലോവാക് നാഷണൽ ഗാലറി സ്ഥിതി ചെയ്യുന്ന സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ നിന്നും അടുത്ത ട്രാമിൽ കയറി യൂണിവേഴ്സിറ്റി പരിസരത്തെ സ്റ്റേഷനിൽ ഇറങ്ങി. ഒരു പാർക്കിനരികിലൂടെ ബ്ലൂ ചർച്ച് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ബ്ലൂ ചർച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഈ പള്ളിയുടെ പ്രത്യേകത അതിൻ്റെ നിറം തന്നെയാണ്. രൂപകൽപ്പനയ്ക്ക് ചേരുന്ന രീതിയിൽ നീല നിറം പെയിന്റ് ചെയ്തിരിക്കുന്നു. പള്ളിയുടെ നിർമ്മാണം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. ശരിക്കും ബേക്കറികളിൽ ലഭിക്കുന്ന കേക്ക് പോലെ തോന്നുന്നു. പള്ളിയുടെ മേൽക്കൂരയ്ക്ക് പോലും നീല നിറമാണ്. വലിയ ആർഭാടമില്ലാത്ത ഒരു നിർമ്മിതിക്ക് ഈ രീതിയിൽ നിറം നൽകി അതിനെ ആകർഷകമാക്കാൻ നല്ല എസ്തെറ്റിക് സെൻസുള്ള കലാബോധമുള്ള ഡിസൈനർക്ക് മാത്രമേ സാധിക്കൂ. ആകാശത്തിൻ്റെ നീലിമയും പള്ളിയുടെ ഇളം നീല നിറവും കൂടി ചേരുമ്പോൾ നയന സുഭഗമായ കാഴ്ച തന്നെയാണ്. പള്ളിയുടെ ഉള്ളിലേക്കുള്ള പ്രവേശനം ഇപ്പോഴില്ല. 2 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ വാതിൽ തുറക്കുകയുള്ളൂ. അകത്തുള്ള കാഴ്ച പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു പഴയ പള്ളിയുടെ രീതി മാത്രമായിരിക്കും. പുറത്തു നിന്നുകൊണ്ട് പരമാവധി കാഴ്ചകൾ പകർത്തി. മറ്റൊരു ഭാഗത്ത് വൈദികരുടെ താമസ സ്ഥലം കാണുന്നു. ആ ഭാഗത്തു നിന്ന് ഒന്നുകൂടി പള്ളിയുടെ ദൃശ്യം പകർത്തിക്കൊണ്ട് തിരികെ നടന്നു. ഒരു പാർക്ക് മുറിച്ചു കടന്നാണ് ട്രാം സ്റ്റേഷനിൽ എത്തേണ്ടത്. പാർക്കിൻ്റെ മധ്യഭാഗത്ത് മനോഹരമായ ഒരു ഫൗണ്ടൻ. ട്രാം സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഒരു ക്ലാസിക് ട്രാം കടന്നു പോകുമ്പോൾ അതിനെതിർവശത്തു കൂടി ഒരു ആധുനിക ട്രാം കടന്നു വരുന്നു. അതുവഴി വന്ന ഒരു ട്രാമിൽ കയറി ലക്ഷ്യമില്ലാതെ പോവുകയാണ്. ഒരു സ്റ്റോപ്പിലെത്തിയപ്പോൾ നല്ലൊരു സ്മാരക സ്തൂപം കാണുന്നു. അവിടെ ഇറങ്ങി. പില്ലർ ഓഫ് സെന്റ് ഫ്ലോറിയൻ എന്നാണ് ഈ സ്തൂപത്തിൻ്റെ പേര്. അതിൻ്റെ തൊട്ടടുത്ത് ബ്ലൂമെന്റോൺ ചർച്ച്. ചെറിയൊരു മനോഹരമായ പള്ളിയാണ്. അതൊക്കെ നടന്നു കണ്ട് വീണ്ടും ട്രാമിൽ കയറി. അപ്പോഴേക്കും ചാറ്റൽ മഴ തുടങ്ങി. ഇനി ട്രാമിനുള്ളിൽ തന്നെ ഇരിക്കാം എന്ന് തീരുമാനിച്ചു. ഡേ പാസ് ഉണ്ടല്ലോ. ഞങ്ങളെ 2 പേരെയും മാത്രം വഹിച്ചുകൊണ്ട് ആ ട്രാം മഴയിൽ ഇരുട്ടിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. ഓൾഡ് ടൗൺ ഭാഗത്തെ കപ്പുസിൻസ്ക സ്റ്റോപ്പിൽ ഇറങ്ങി. തൊട്ടടുത്തുള്ള സെന്റ് സ്റ്റീഫൻ ഓഫ് ഹംഗറി ദേവാലയത്തിൽ ഒന്ന് കയറി തിരിച്ചിറങ്ങിയപ്പോൾ നേരം നല്ലതുപോലെ ഇരുട്ടിയിരിക്കുന്നു. ട്രാം ട്രാക്ക് മുറിച്ചു കടന്ന് പടവുകൾ ഇറങ്ങി നടക്കുന്നു. തണുപ്പിൽ നിശബ്ദമായ വഴികളിലൂടെ നടക്കുന്നത് നല്ലൊരു അനുഭൂതിയാണ്. റെസിഡൻഷ്യൽ ഭാഗത്തെ കഫേകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ അടച്ചു തുടങ്ങിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ ലൈവ് ബാൻഡുകൾ കേൾക്കുന്നു. ചില ഭാഗങ്ങളിലെ ബാറുകൾ സജീവമാണ്.
അവിടങ്ങളിലൊക്കെ ബാർ റെസ്റ്റോറൻറ്റുകൾ ഒത്തുകൂടാനും സൗഹൃദം പങ്കിടാനും സന്തോഷിക്കുവാനുമുള്ള ഇടങ്ങളാണ്. ഭയപ്പെടാൻ തക്കതായി ഒന്നുമില്ല. പോലീസോ പോലീസ് വാഹനങ്ങളോ ഒന്നും കാണുന്നില്ല. ആണും പെണ്ണും മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ അവിടങ്ങളിൽ ഒത്തുകൂടിയിരിക്കുന്നു. എല്ലാവരും പരസ്പര ബഹുമാനത്തോടെ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ ഇടപെടാതെ സന്തോഷിക്കുന്നു. നടന്ന് ഞങ്ങളുടെ ഹോട്ടലിന് മുന്നിലെത്തി. ഹോട്ടലിനു താഴെയുള്ള പബ്ബിൽ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ മുറിക്കുള്ളിലേക്ക് പോയി. നാളെ ബ്രാറ്റിസ്ലാവ കോട്ടയിലേക്ക്.